ഹലോ ഫ്രണ്ട്സ്, ഓൾസ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ കുറഞ്ഞ വോൾട്ടേജിൽ 100+100 ബോർഡൊക്കെ വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു എക്സ്പെരിമെൻറ്റ് വർക്കാണ്. ഒരു 27 5 ആംപിയർ വർക്ക് ചെയ്യേണ്ട ബോർഡ് ഒരു 12 വോൾട്ട് 2 ആംപിയർ അല്ലെങ്കിൽ 1.5 ആംപിയറിൽ വർക്ക് ചെയ്യുമോ അതാണ് നോക്കാൻ പോകുന്നത്. 27 5 ആംപിയറിലോ 6 ആംപിയറിലോ വർക്ക് ചെയ്യേണ്ട ഈ ബോർഡ് കുറഞ്ഞ വോൾട്ടേജിൽ വർക്ക് ചെയ്യുമോ എന്നൊരു എക്സ്പെരിമെൻ്റ് ആണ്. കാരണം ഇത് 27 5 ആംപിയറിൽ വർക്ക് ചെയ്യേണ്ട ബോർഡാണ്. ഏറ്റവും കുറഞ്ഞ ആംപിയറിൽ നിന്ന് 5 ആംപിയറിൽ വർക്ക് ചെയ്യേണ്ട ബോർഡാണ്. അപ്പോൾ നമുക്കൊരു 12 വോൾട്ട് 12 5 ആംപിയർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബോർഡ് ട്രാൻസ്ഫോമർ കൊടുക്കുന്ന മുമ്പ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ട്രാൻസ്ഫോമർ കൊടുത്തേക്കാണ്, ചെറിയ സ്പാർക്കുണ്ട്. 12 വോൾട്ട്, 12 വോൾട്ട്, 12 പിന്നെ അതിൽ ഈ ട്രാൻസ്ഫോമറിൽ ഒരു ഔട്ട്പുട്ടും കൂടെ ഉണ്ട്, ഒരു സപ്ലൈ ഉണ്ട്. അത് എന്ന് പറഞ്ഞിട്ട് 8 വോൾട്ടാണ്. ഇത് 12 ഇത് 8 വോൾട്ട്. നമ്മൾ ബൾബ് കൊടുത്ത് ഒരു 35 വാട്ട്സിൻ്റെ ഹാജൻ ബൾബ് കൊടുത്ത് നോക്കാം. എട്ട് വോൾട്ടിൽ ഹാലജൻ ബൾബ് കൊടുത്തപ്പോൾ കത്തുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല സ്പാർക്കിംഗ് ഉണ്ട് ഷോർട്ട് ചെയ്യുമ്പോൾ. ഇത് 2 ആംപിയർ ഇട്ടാണ് വൈൻഡ് ചെയ്തേക്കുന്നത്, 8 വോൾട്ട്. ഇത് എത്ര വോൾട്ട് ബൾബ് കൊടുത്തു ചെക്ക് ചെയ്ത് നോക്കാം. സ്പാർക്കാവുന്നുണ്ട്, പക്ഷേ ബൾബ് കത്തുന്നില്ല. അതായത് 1 ആംപിയറിന് താഴെയാണ് ഈ 12 ഇപ്പോൾ ഉള്ളത്. ഇത് 2 ആംപിയറും മറ്റോ 1 ആംപിയറിന് താഴെയാണ് ഉള്ളത്. 12 1 ആംപിയറിന് അപ്പോൾ ഈ വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് 100+100 വാട്ട്സ് ബോർഡ് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ ഒരു പവർ സപ്ലൈയിലിട്ട് കൊടുക്കാം. പവർ സപ്ലൈ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡയോഡിലോട്ട് ഈ 12 1 ആംപിയർ സോൾവ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ യെല്ലോ. ഇനി 8 വോൾട്ട് ഇപ്പുറത്തൊരു പവർ സപ്ലൈ കൊടുക്കാം. അതിൻ്റെ ബ്ലൂടൂത്ത് മോഡ്യൂൾ ബോർഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ഓഡിയോ സിഗ്നൽ കൊടുത്ത് നോക്കണമല്ലോ. ട്രാൻസ്ഫോമറിൻ്റെ വയർ പവർ സപ്ലൈയിൽ കൊടുത്തു, റെക്ടിഫയറിലോട്ട് കൊടുത്തു. അപ്പോൾ ഇനി വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 12 1 ആംപിയറാണ്. ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ വോൾട്ടേജ് ഇത് പോസിറ്റീവ്, റെഡ് പ്രോബ് വയ്ക്കുന്നത് പോസിറ്റീവ്. മീറ്ററിൽ 17 18 വോൾട്ട്, 17 വോൾട്ട് 1 ആംപിയറാണ്. ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ 12 ട്രാൻസ്ഫോമർ ഫിൽറ്റർ ചെയ്ത് വരുമ്പോൾ 12 അപ്പോൾ നമുക്ക് ഈ പവർ ആംപ്ലിഫയർ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുമോ എന്ന്. അപ്പോൾ അതിൽ നിന്ന് ആംപ്ലിഫയറിലോട്ട് കൊടുക്കാൻ യെല്ലോ പോസിറ്റീവ്, ബ്ലൂ 0, ബ്ലാക്ക് നെഗറ്റീവ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിൽ കൊടുത്ത് സ്പീക്കറിൻ്റെ കണക്ഷനും കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യെല്ലോ പോസിറ്റീവ് ഇവിടെ ഒട്ടിക്കുന്നു, പോസിറ്റീവ് ഇവിടെ സോൾവ് ചെയ്യുന്നു, ബ്ലാക്ക് നെഗറ്റീവ് ഇവിടെ സോൾവ് ചെയ്യുന്നു, ബ്ലൂ 0, ഇനിയുള്ള സ്പീക്കറിൻ്റെ കണക്ഷൻ. സ്പീക്കർ ഇതാണ്, 4 ഇഞ്ചാണ്. 4 ഇഞ്ച് 4 ohms 20 വാട്ടാണ് ഒരു സ്പീക്കർ. അടുത്ത സ്പീക്കർ വന്നിട്ട് യൂണിവോക്സിൻ്റെ 40 watts ആണ്, 8 ohm 8 ഇഞ്ച്. ആ സ്പീക്കർ വയറും സോൾവ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇൻപുട്ട് സോൾവ് ചെയ്യണം. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് നേരത്തെ വോളിയം കൺട്രോളിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് മാത്രം ഇൻപുട്ട് ബോർഡിൽ ഇൻപുട്ടിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. സപ്ലൈ ഓൺ ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 8 ഇഞ്ച്, 4 ഇഞ്ച്. ഇത് 20 വാട്ട്, ഇത് 40 വാട്ട്. രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഓഡിയോ ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് മോഡ്യൂൾ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഔട്ട് എടുത്ത്, ഇതൊരു പ്രീ ബോർഡാണ്, നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ടിലോട്ട് ബ്ലൂടൂത്തിൻ്റെ ഔട്ട് കൊടുക്കാം. ബ്ലൂടൂത്തിൻ്റെ ഔട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബോർഡിൻ്റെ കണക്ഷനെല്ലാം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ബ്ലൂടൂത്തിൻ്റെ ബോർഡെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ വഴി ബ്ലൂടൂത്തിൻ്റെ പാട്ടിട്ട് നോക്കാം. ഇതിൻ്റെ ക്ലാരിറ്റിയൊക്കെ, ഓഡിയോ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ക്ലാരിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാസ്റ്റോളൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട്. വോയിസൊക്കെ, മ്യൂസിക്കൊക്കെ ഓരോന്നും വ്യക്തമായി തന്നെ കേൾക്കാം. 12.0.12 1 ആംപിയറിന് താഴെ വോൾട്ടേജ് എടുത്താണ് നമ്മൾ ഈ 100 ആംപിയർ ഈ 100 വാട്ട്സ് ബോർഡ് വർക്ക് ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ ഹീറ്റ് സിങ്ക് ഒന്നും കൊടുത്തിട്ടില്ല. ആംപിയർ കൂടുതൽ കൊടുക്കുമ്പം വോൾട്ടേജ് ആംപിയർ കൂടുതൽ കൊടുക്കുമ്പോൾ ഹീറ്റ് സിങ്ക് കൊടുക്കണം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പഴുത്ത് പോകും. ഇപ്പോഴും 12.0.12 തന്നെ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഓഡിയോ ക്ലാരിറ്റി ഇപ്പം ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് 100+100 ആംപ്ലിഫയർ ബോർഡ് 12.0.12 1 ആംപിയറിൽ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയതാണ്. അപ്പോൾ നല്ല പെർഫോമൻസ് എല്ലാം കിട്ടുന്നുണ്ട്. ഒരു പ്രീ ബോർഡ് മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടാവശ്യത്തിന് ലെഫ്റ്റ് റൈറ്റിൽ ഇതുപോലെ ഒരു സബും കൂടെ ചെയ്ത് വെച്ചാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് മ്യൂസിക് ആസ്വദിക്കാൻ പറ്റും. ബാസ്റ്റോണിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ട്രബിളും നല്ല ക്ലാരിറ്റിയോടുള്ള ഓഡിയോ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. എല്ലാം വ്യക്തമായി, ഓരോ മ്യൂസിക്കും പ്രത്യേകം തന്നെ നമുക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റും. ചില ബാസ്റ്റോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ലോ ഫ്രീക്വൻസിയും ഹൈ ഫ്രീക്വൻസിയും മാത്രമേ, അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ പാട്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല, എല്ലാ മ്യൂസിക്കും നമുക്ക് വ്യക്തമായി തന്നെ കേൾക്കാൻ പറ്റും. കുറഞ്ഞ ബഡ്ജറ്റിൽ ഇതുപോലുള്ള ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള തുടർന്നുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ച് ദിവസമായ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കണും കൂടെ എലൈൻമെൻറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.